ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യം എല്ലാ മേഖലകളിലും പുതിയ ഉയരങ്ങൾ തൊടുകയാണെന്ന് മൻ കി ബാത്തിന്റെ 117 അധ്യായത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടന നമ്മുടെ വഴികാട്ടിയെന്നും പരാമർശം. സർഗാത്മക വ്യവസായം രാജ്യപുരോഗതിക്ക് പുതിയ സാധ്യതകൾ തുറന്നിടുന്നതായി പ്രധാനമന്ത്രി. മലേറിയ ക്യാൻസർ പ്രതിരോധ രംഗത്തെ മുന്നേറ്റം നാഴികക്കല്ല്. ചലച്ചിത്ര രംഗത്തെ മഹാരഥന്മാർക്ക് പ്രധാനമന്ത്രിയുടെ ആദരം. പുതുവർഷത്തെ പ്രതീക്ഷയോടെ വരവേൽക്കാൻ ആഹ്വാനം. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങി. പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 2 അധികാരമേൽക്കും. പ്രതീക്ഷകളുമായി ISROയുടെ ഡോക്കിംഗ് മിഷൻ സ്പെയ്ഡെക്സ് നാളെ വിക്ഷേപിക്കും. സന്തോഷ് ട്രോഫി സെമിയിൽ കേരളം ഇന്ന് മണിപ്പൂരുമായി ഏറ്റുമുട്ടും. മെൽബണിൽ ക്രിക്കറ്റ് ടെസ്റ്റ് 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കെതിരെ ഓസീസിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ഭാരതം എല്ലാ മേഖലകളിലും പുതിയ ഉയരങ്ങൾ തൊടുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന 75 വർഷം പൂർത്തിയാക്കുന്നതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 117 അധ്യായം ആരംഭിച്ചത്. നമ്മുടെ ഭരണഘടന കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചു. ഭരണഘടന നമ്മുടെ വഴികാട്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനാ ദിനമായ നവംബർ 26 മുതൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. इस साल 26 नवंबर को संविधान दिवस से एक साल तक चलने वाली कई एक्टिविटीज शुरू हुई हैं। देश के नागरिकों को संविधान की विरासत से जोड़ने के लिए constitution75.com नाम से एक खास वेबसाइट भी बनाई गई है। मन की बात के श्रोताओं से, स्कूल में पढ़ने वाले बच्चों से, कॉलेज में जाने वाले युवाओं से मेरा आग्रह है, इस वेबसाइट पर जरूर जाकर देखें, इसका हिस्सा बने। കുട്ടികളുടെ പ്രിയപ്പെട്ട അനിമേഷൻ സീരീസായ ക്രിഷ് ത്രിഷ് ബാൾട്ടി ബോയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ഇന്ത്യൻ സിനിമകളുടെ ജനപ്രീതി ഭാരതത്തിന്റെ സർഗാത്മക വ്യവസായത്തിന് വലിയ സാധ്യതകൾ തുറന്നിടുന്നതായി പറഞ്ഞു. ഈ വ്യവസായം രാജ്യപുരോഗതിയിൽ വലിയ സംഭാവന ചെയ്യുന്നതിനോടൊപ്പം സമ്പദ് വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത മാസം 13 മുതൽ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭ് മേളയിൽ കോടിക്കണക്കിന് ആളുകൾ ഒത്തുകൂടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2024 സിനിമാ മേഖലയിലെ പല മഹാരഥന്മാരുടെയും 100ാം ജന്മദിനം ആഘോഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. നടൻ രാജ് കപൂർ, ഗായകൻ മുഹമ്മദ് റാഫി, തെലുങ്ക് നടൻ അക്കിനേനി നാഗേശ്വര റാവു, ചലച്ചിത്ര സംവിധായകൻ തപൻ സിൻഹ എന്നീ പ്രതിഭകളെയാണ് പ്രധാനമന്ത്രി അനുസ്മരിച്ചത്. അടുത്ത വർഷം വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് ഉച്ചകോടി ഇന്ത്യയിൽ സംഘടിപ്പിക്കാൻ പോകുന്നതിന്റെ സന്തോഷവും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയ അവസരമായിരിക്കും ഇതെന്നും ശ്രീ മോദി പറഞ്ഞു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഭാരതീയ സംസ്കാരം വളരുന്നത് അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഈജിപ്ത്, പാരഗ്വേ, ഫിജി എന്നീ രാജ്യങ്ങളിലെ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് മലേറിയ കേസുകൾ കുറഞ്ഞതും ക്യാൻസർ ചികിത്സാ രംഗത്തെ മുന്നേറ്റവും ആരോഗ്യരംഗത്തെ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ കൃത്യസമയത്ത് ക്യാൻസർ ചികിത്സ ആരംഭിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിച്ചതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് യോജന ജനങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. मलेरिया की बीमारी 4000 वर्षों से मानवता के लिए एक बड़ी चुनौती रही है। आज मैं संतोष से कह सकता हूं कि देशवासियों ने मिलकर इस चुनौती का दृढ़ता से मुकाबला किया है। विश्व स्वास्थ्य संगठन WHO की रिपोर्ट कहती है भारत में 2015 से 2023 के बीच मलेरिया के मामलों और इससे होने वाली मौतों में 80% की कमी आई है। ശൈത്യകാലത്ത് കായികക്ഷമതാ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ബസ്തർ ഒളിമ്പിക്സ് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ട്. ബസ്തർ ഒളിമ്പിക്സ് ഒരു കായികവേദി മാത്രമല്ല, വികസനത്തിന്റെയും കായിക മത്സരങ്ങളുടെയും സംഗമവേദിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതം എല്ലാ മേഖലകളിലും പുതിയ ഉയരങ്ങൾ തൊടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു കുടുംബമെന്ന നിലയിൽ നാം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും പുതിയ വിജയങ്ങൾ നേടുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. 2014 ആരംഭിച്ച മൻ കി ബാത് ജനങ്ങൾ നെഞ്ചിലേറ്റിയതിന് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി 2025 പ്രതീക്ഷയോടെ വരവേൽക്കാൻ ആഹ്വാനം ചെയ്തു. आने वाले साल में मन की बात के माध्यम से हम और भी इंस्पायरिंग प्रयासों को साझा करेंगे। मुझे विश्वास है
कि देशवासियों की पॉजिटिव सोच और इनोवेशन की भावना से भारत नई ऊंचाइयों को छुएगा। आप अपने आसपास के यूनिक प्रयासों को #मन की बात के साथ शेयर करते रहिए। ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് മിഷൻ സ്പേഡെക്സ് നാളെ വിക്ഷേപിക്കും. PSLV C-60 വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ വഹിക്കുക. നാളെ രാത്രി 9:58 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റൽ വെച്ച് കൂട്ടിച്ചേർക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ബീഹാറിലേക്ക് നിയോഗിക്കപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. കേരളവുമായുള്ള ബന്ധം ഇനിയും തുടരുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. Kerala has a very, very, very special place now in my heart. My association with Kerala is not going to come to an end. It is a lifelong bond now, and I shall try to keep in touch with you, and I give my best wishes to the people of Kerala. ഇന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കും. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. ജനുവരി 2 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ 25 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 15,000 കലാപ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്ക് 10,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. നാളെ രാവിലെ പതാക ഉയരുന്നതോടെയാണ് 3 ദിവസം നീളുന്ന തീർത്ഥാടനം ആരംഭിക്കുക. മന്ത്രി MB രാജേഷ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12 പന്തളത്ത് നിന്ന് പുറപ്പെടും. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ 10 ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേകം കൌണ്ടർ ക്രമീകരിക്കും. ജനുവരി 14 മകരവിളക്ക്. മെൽബണിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 4ാം മത്സരത്തിൽ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 2ാം ഇന്നിംഗ്സിൽ 228 റൺസ് എടുക്കുന്നതിനിടെ ഓസീസിന് 9 വിക്കറ്റുകൾ നഷ്ടമായി. 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസിന് 333 റൺസിന്റെ ലീഡാണുള്ളത്. ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 4, മുഹമ്മദ് സിറാജ് 3, രവീന്ദ്ര ജഡേജ 1 വിക്കറ്റും നേടി. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് 369 റൺസിന് അവസാനിച്ചിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ബംഗാൾ സർവീസസിനെയും രാത്രി 7:30 കേരളം മണിപ്പൂരിനെയും നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. 8 പതിറ്റാണ്ടിലേറെക്കാലം പഴക്കമുള്ള സന്തോഷ് ട്രോഫിയുടെ ഹൈദരാബാദ് എഡീഷനിൽ കപ്പടിക്കുന്നത് ആരായിരിക്കും? കലാശക്കളിക്കുള്ള യോഗ്യത ഉറപ്പാക്കാൻ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസ് കരുത്തരായ പശ്ചിമ ബംഗാളിനെ എതിരിടുമ്പോൾ കേരളം വടക്കു കിഴക്കൻ കൊമ്പന്മാരായ മണിപ്പൂരിനെ നേരിടും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിന്റെ കടമ്പ വളരെ കടുത്തതാണ്. ടർഫ് വിട്ട് മത്സരം ഗച്ചി ബൌളിയിലെ പുൽമൈതാനത്തിലേക്ക് എത്തുന്നതാണ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നത്. പഴുതടച്ചുള്ള പ്രതിരോധം, ഒപ്പം അവസരം മുതലെടുത്ത് ഗോളടിക്കൽ, ഇതായിരിക്കും കരുത്തരായ എതിരാളികൾക്കെതിരെ കോച്ച് ബിബി തോമസ് പുറത്തെടുക്കുന്ന തന്ത്രം. കണ്ണൂർ നഗരത്തോട് ചേർന്നൊഴുകുന്ന കാനാമ്പുഴ പുനരുജ്ജീവനത്തിന്റെ 1ാം ഘട്ടം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം എല്ലാ മേഖലകളിലും പുതിയ ഉയരങ്ങൾ തൊടുകയാണെന്ന് മൻ കി ബാത്തിന്റെ 117ാം അധ്യായത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടന നമ്മുടെ വഴികാട്ടിയെന്നും പരാമർശം. സർഗാത്മക വ്യവസായം രാജ്യപുരോഗതിക്ക് പുതിയ സാധ്യതകൾ തുറന്നിടുന്നതായി പ്രധാനമന്ത്രി. മലേറിയ ക്യാൻസർ പ്രതിരോധ രംഗത്തെ മുന്നേറ്റം നാഴികക്കല്ല്. ചലച്ചിത്ര രംഗത്തെ മഹാരഥന്മാർക്ക് പ്രധാനമന്ത്രിയുടെ ആദരം. പുതുവർഷത്തെ പ്രതീക്ഷയോടെ വരവേൽക്കാൻ ആഹ്വാനം. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങി. പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 2 അധികാരമേൽക്കും. പ്രതീക്ഷകളുമായി ISROയുടെ ഡോക്കിംഗ് മിഷൻ സ്പേഡെക്സ് നാളെ വിക്ഷേപിക്കും. സന്തോഷ് ട്രോഫി സെമിയിൽ കേരളം ഇന്ന് മണിപ്പൂരുമായി ഏറ്റുമുട്ടും. മെൽബണിൽ ക്രിക്കറ്റ് ടെസ്റ്റ് 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കെതിരെ ഓസീസിന് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.